എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഓർമ്മയില്ല അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വെബ്സൈറ്റിൽ 2 ലോഗിനുകൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കാണാം, അതായത് 3 ലോഗിൻ ഉണ്ട്. അതായത് ഒന്ന് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കാണ്, രണ്ടാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് മുഖാന്തരമാണ്. അതുപോലെ തന്നെ അടുത്തത് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു ലിങ്കിൻ്റെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് SWSൻ്റെയും അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അതായത് MRSൻ്റെതുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡാണ് മറന്നുപോയിട്ടുള്ളതെങ്കിൽ, അതായത് നിങ്ങളുടെ പാസ്വേഡാണ് നിങ്ങൾ മറന്നുപോയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് പറയാം. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇത് സാധാരണ മെറിറ്റ് സീറ്റാണ്, അതുകൊണ്ടാണ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തത്, SWS എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഏറ്റവും താഴെയായിട്ട്, അത് ലോഗിൻ ആ ഒരു ബട്ടണിൻ്റെ താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയായിരിക്കും, നിങ്ങളുടെ ജനനത്തീയതിയാണ്. അപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ +1 അലോട്ട്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത് അത് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണോ സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സ് അത് ഇവിടെ എൻ്റർ ദ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ബട്ടൺ കാണാം, ജസ്റ്റ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പറും ക്യാപ്ചയും കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതായത് ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ക്യാപ്ച ചേഞ്ച് ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഓരോ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ, അതായത് ക്യാപ്ചയൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പറും നിങ്ങൾ അപേക്ഷിച്ച ജില്ലയും അതുപോലെ തന്നെ ഈ ഒരു താഴെ കാണുന്ന കുറച്ച് അക്കങ്ങൾ കാണാം, അത് കൃത്യമായിട്ട് എൻ്റർ ദ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരും. അപ്പോൾ ഈ ഒരു സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും, എൻ്റർ OTP എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന് താഴെയായിട്ട് സബ്മിറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു നിങ്ങളുടെ OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നിങ്ങൾ നൽകിയ OTP കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് പുതുതായിട്ട് കൊടുക്കാനുള്ള പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ 2 ബോക്സ് കാണാം, അതുപോലെ തന്നെ അപ്ഡേറ്റ് എന്നുള്ള ഒരു ബട്ടൺ കൂടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ, അതായത് അമൽ എന്നാണെങ്കിൽ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം 8 ക്യാരക്ടേഴ്സ് കൊടുക്കണം. അത് സ്മോൾ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് എന്നിങ്ങനെയുള്ള കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അമൽ @ 1 2 3 എന്ന് കൊടുക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുപോലെ അമലിൻ്റെ MAL എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് @ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ 1 2 3 എന്ന് പറയുന്നത് നമ്പറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള, അതായത് സെയിം പാസ്വേഡ് തന്നെയാണ് ഈ 2 ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സെയിം പാസ്വേഡ് അല്ലെങ്കിൽ എറർ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മുകളിൽ എന്ത് പാസ്വേഡാണോ കൊടുക്കുന്നത് അത് ക്യാപിറ്റലിലാണോ സ്മോളിലാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണോ നമ്പേഴ്സാണോ എന്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ അമൽ @ 1 2 3 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ
ഇവിടെ രണ്ട് ബോക്സിലും സെയിം ആ ഒരു പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ പാസ്വേഡ് റീസെറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ നിങ്ങൾ ഹോം പേജിലേക്ക് വരിക. ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ MRSൻ്റേതാണെങ്കിൽ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ MRSൻ്റേത് ഈ ഒരു ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ MRS എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മെറിറ്റ് സീറ്റിൻ്റേതാണെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതുപോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് ആ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ബാക്ക് ബട്ടൺ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും, അതായത് ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട്, അതായത് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കീമും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ SSLC സ്കീം എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഏത് മാസമായിരുന്നു നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു മന്ത് ഓഫ് പാസ്, അതുപോലെ ഇയർ ഓഫ് പാസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു 2024-25 എന്നുള്ളതായതുകൊണ്ട് 2025 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. നിങ്ങൾ മറ്റേതെങ്കിലും സ്കീമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർ ഓഫ് പാസ് എന്നിവ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ടുള്ളത് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ 2 തവണ, അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ എന്താണോ അത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട്, സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്നാണെങ്കിൽ സ്കൂൾ വഴി അപേക്ഷിച്ചത്, അതർ എന്നാണെങ്കിൽ മറ്റുള്ളവ വഴി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കൂൾ ഹെൽപ്പ് അക്ഷയ വഴിയൊക്കെ ആണെങ്കിൽ അതർ സെലക്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും ആ ഒരു അതർ എന്നുള്ള സെലക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണോ ആ ഒരു സമയത്ത് സ്ക്രീനിൽ നിങ്ങൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സ്, അപ്പോൾ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു നമ്പേഴ്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ എന്താണോ കാണുന്നത് ആ ഒരു നമ്പർ എൻ്റർ ദ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾ കാണുന്നത് സെൻഡ് OTP എന്നുള്ളൊരു ബട്ടണാണ്. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTP വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ OTP എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ OTP കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നേരത്തെയുള്ള, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ MRS ആണോ കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണോ നിങ്ങൾ ഏതിൻ്റേതാണ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ ഒരു ലോഗിനിൽ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഏത് ലോഗിൻ, അതായത് മെറിറ്റ് സീറ്റിൽ ഉള്ളതാണോ അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഏതാണോ അതനുസരിച്ച് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളതും എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ മെയ് 28-ാം തീയതിയുടെ എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചാടി പോയിട്ടൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഒറ്റൊരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും. അപ്പോൾ അതിനുശേഷം എനിക്കൊന്നുകൂടി എഡിറ്റ് ചെയ്യണം, എനിക്ക് 2-3 സ്കൂളും കോഴ്സും ഒക്കെ കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ ഒരു അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമേ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴേക്കും പല സീറ്റുകളും ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കുള്ള സീറ്റ് കിട്ടാനുള്ള, ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് കിട്ടണമെന്നുള്ളതൊന്നും ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ മുമ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷം മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.